What is up guys? Welcome to episode 2 of Mollywood Tea Time. മോളിവുഡ് ടീ ടൈം എന്ന ഈ പുതിയ സീരീസിൻ്റെ അകത്തുനിന്ന് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയിൽ സിനിമാ ലോകത്തിൽ നിന്ന് നടക്കുന്ന എല്ലാ പുതിയ ന്യൂസ് അപ്ഡേറ്റ്സ് അതിൻ്റെ കൂടെ ട്രോൾസ് ആൻഡ് കോൺട്രവേഴ്സീസ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ പേഴ്സണലി കണ്ട മൂവീസ് ആൻഡ് വെബ് സീരീസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രീഫും വരുന്നതാണ്. ബേസ്ഡ് ഓൺ വിച്ച് യു കൻ ഡിസൈഡ് വെദർ യു വാണ്ട് ടു വാച്ച് ഇറ്റ് ഓർ നോട്ട്. സോ ലെറ്റ് us jump into episode 2 of Mollywood Tea Time. ആദ്യത്തെ സെക്ഷനാണ് ഗൈസ് ന്യൂസ്. Come, let's play. നിങ്ങൾക്കുമാകാം പുലയാടി. ഈ സെക്ഷനകത്ത് നമ്മൾ ആദ്യം മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ന്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് തമിഴ്, തെലുഗു, ഹിന്ദി, പിന്നെ അത് കഴിഞ്ഞ് ഹോളിവുഡ് എന്നുള്ള മെയിൻ ന്യൂസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ മലയാളം ഇൻഡസ്ട്രി എന്നുള്ള ന്യൂസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ന്യൂസ് കൺസേണിംഗ് നിവിൻ പോളി. സോ നിവിൻ പോളിയുടെ പുതിയൊരു മൂവിയുടെ ടൈറ്റിൽ റിലീസ് ആയിട്ടുണ്ട് ഗൈസ്. സർവം മായ എന്നാണ് മൂവിയുടെ പേര്. ഈ മൂവി ഡയറക്റ്റ് ചെയ്യുന്നത് അഖിൽ സത്യനാണ്. അഖിൽ സത്യൻ നമ്മുടെ സത്യൻ അന്തിക്കാട് സാറിൻ്റെ മോനാണ്. ഇതിന് മുമ്പേ പുള്ളി ഡയറക്റ്റ് ചെയ്തേക്കുന്ന മൂവി പാച്ചുവും അത്ഭുത വിളക്കുമാണ്. അപ്പം നിവിൻ്റെ കൂടെ ഈ പുതിയ മൂവി സർവം മായ, ഈ മൂവിയുടെ ജോണർ എന്താണെന്ന് വെച്ചാൽ ഒരു ഹൊറർ കോമഡി ജോണറാണ്. ഈ വർഷം ക്രിസ്മസ് റിലീസാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ലെറ്റ് us wait and watch. അതിൻ്റെ കൂടെ ഗൈസ് നിവിൻ പോളി വേറെ ഒരു പുതിയ മൂവിയും കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ പുതിയ മൂവി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഭാവന സ്റ്റുഡിയോസ് ആണ്. ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഭാവന സ്റ്റുഡിയോസ്. ഈ പുതിയ മൂവിയുടെ ടൈറ്റിൽ എന്തെന്ന് വെച്ചാൽ ബേത്ലഹേം കുടുംബ യൂണിറ്റ്. ഈ മൂവി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രേമലുവിൻ്റെ ഡയറക്ടറായ ഗിരീഷ് ഏഡിയാണ്. ഈ മൂവിയിൽ നിവിൻ പോളിയുടെ കൂടെ ആക്ട് ചെയ്യുന്നത് പ്രേമലുവിൻ്റെ തന്നെ സുന്ദരിയായ നടി മമിത ബൈജു ആണ്. ഈ മൂവിയുടെ ജോണറും നമ്മുടെ ഈ ടീസറൊക്കെ ടീസർ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഈ ഇൻട്രോ വീഡിയോ കണ്ടിട്ട് ഒരു ഫീൽ ഗുഡ് കോമഡി വൈബ് തന്നെയാണ് കിട്ടുന്നത്. സോ ഈ മൂവിയുടെ റിലീസ് ഡേറ്റ് ഒന്നും ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല, ജസ്റ്റ് ടൈറ്റിൽ മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ. സോ ലെറ്റ് us wait and watch. അങ്ങനെ ഗൈസ് അനൗൺസ്മെൻറ്റുകളുടെ പൂരമാണ് ഗൈസ്. നിവിൻ പോളി ആണെങ്കിൽ ഒരു 10, 15, 20 മൂവീസ് അനൗൺസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മൂവീസിൻ്റെ കറണ്ട് സ്റ്റേറ്റസ് എന്തുവാണ്, ഇതൊക്കെ എപ്പോഴാണ് ഇറങ്ങുന്നത്, ഇതിൻ്റെ ഒന്നും ഒരു ന്യൂസും ഇല്ല ഗൈസ്. ചുമ്മാ ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് 2 മൂവീസിനെ കുറിച്ച് പറഞ്ഞു തന്നു. അതല്ലാതെ ഡോൾബി ദിനേശൻ, ഡിയർ സ്റ്റുഡൻസ്, പിന്നെ ബേബി ഗേൾ, പിന്നെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ 2-3 പടങ്ങളുണ്ട്. 7 കടൽ 7 മലൈ, പിന്നെ ലോകേഷ് കനകരാജിൻ്റെ LCU യൂണിവേഴ്സിൽ നിന്ന് ബെൻസ് എന്ന പടം. ഇങ്ങനെ കുറേ മൂവീസ്. പിന്നെ പണ്ടൊക്കെ അനൗൺസ് ചെയ്തിരിക്കുന്ന പടം ആക്ഷൻ ഹീറോ ബിജു 2, പിന്നെ നിവിൻ പോളി അൽഫോൺസ് പുത്രൻ്റെ അൺടൈറ്റിൽ ഫിലിം. ഇങ്ങനെ കുറേ മൂവീസ് പുള്ളി അനൗൺസ് ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഗൈസ് ഇതൊരു ഒഫീഷ്യൽ പെറ്റീഷനാണ്. ഇതുവരെ നിവിൻ പോളിയുടെ പേരെന്ന് വെച്ചാൽ കംബാക്ക് സ്റ്റാർ എന്നാണ്. എല്ലാ പടവും ഇറങ്ങുമ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് ഇത് കംബാക്ക് ആണോ, ഇത് കംബാക്ക് ആണോ. പക്ഷേ കംബാക്ക് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നമുക്കിനി ഈ പേരൊന്ന് പിടിച്ച് മാറ്റാം ഗൈസ്. ഇനിയും കംബാക്ക് സ്റ്റാർ മാറ്റി നമുക്ക് അനൗൺസ്മെൻറ്റ് സ്റ്റാർ എന്ന് നിവിൻ പോളി വിളിച്ചു തുടങ്ങാം ഗൈസ്. സോ പുതിയ പേരാണ് നിവിൻ പോളിക്ക് ഞാൻ കൊടുത്തേക്കുന്നത്, അനൗൺസ്മെൻറ്റ് സ്റ്റാർ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാട്ടികളെ. ഒറ്റയ്ക്ക് വഴിവെട്ടി വരുമ്പോൾ ഇച്ചിരി ലേറ്റ് ആകും ഗൈസ്. അടുത്തതായി ഫഹദ് ഫാസിലിൻ്റെ പുതിയ മൂവി കോ സ്റ്റാറിംഗ് കല്യാണി പ്രിയദർശൻ, ഓടും കുതിര ചാടും കുതിര, ഡയറക്റ്റഡ് ബൈ അൽതാഫ് സലീം. ഫേമസ് കോമഡി നടനായി മാറിയേക്കാണ് അൽതാഫ് സലീം. പക്ഷേ ഇതിന് മുമ്പേ പുള്ളി ഒരു മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള. നല്ല ക്യൂട്ട് മൂവിയാണ്. അപ്പം ഓടും കുതിര ചാടും കുതിരയുടെ റിലീസ് ഡേറ്റ് ഒഫീഷ്യൽ ആയിട്ടുണ്ട് ഗൈസ്. സെപ്റ്റംബർ 4 ഈ മൂവി റിലീസ് ആകാൻ പോകുന്നത്. ഓണം റിലീസാണ്. ലെറ്റ് us wait and watch. അടുത്തതായി ഗൈസ് വിസ്മയ മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ്റെ മോൾ വിസ്മയ മോഹൻലാലിൻ്റെ ഡെബ്യൂ ഫിലിം, ആദ്യത്തെ പടം, അതിൻ്റെ ടൈറ്റിൽ റിവീൽ ആയിട്ടുണ്ട് ഗൈസ്. മൂവിയുടെ പേര് തുടക്കം എന്നാണ്. മൂവി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ജൂഡ് ആന്റണി ജോസഫ് ആണ്. ഇതിൻ്റെ മുമ്പേ 2018 ഓം ശാന്തി ഓശാന ഇങ്ങനത്തെ കിടിലം പടങ്ങൾ ഡയറക്റ്റ് ചെയ്തേക്കുന്ന ജൂഡ് ആന്റണി ജോസഫ് ആണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ മൂവിയുടെ ജോണർ എന്തുവാ, റിലീസ് ഡേറ്റ് എന്തുവാ, ഇതൊന്നും ഒഫീഷ്യലി അനൗൺസ് അല്ല. സോ വി ഡോണ്ട് നോ. ലെറ്റ് us wait and watch. ഇനിയും വിസ്മയ മോഹൻലാൽ നമ്മുടെ നെപ്പോ കിഡ് സ്റ്റാറായ വാവ സുരയ്ക്ക് ഒരു വെല്ലുവിളിയായി മാറുമോ ഇല്ലയോ, ഇതൊക്കെ നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ ഗൈസ്. And Cristiano, if you're listening, don't retire. I need to see you in 2026. ആടാ ലുട്ടാപ്പി, റൊണാൾഡോ അവിടെ ഇരുന്ന് മാങ്ങാഫത്തിൻ്റെ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുമല്ലോ, അവന് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ലാലേട്ടൻ്റെ പടം തുടരും. ലാലേട്ടൻ്റെ മോൾ വിസ്മയുടെ പടം തുടക്കം. തുട ഇതൊരു തൊട സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ തുടക്കമാണോ ഗൈസ്? Let us wait and watch. Next up guys, വിനീത് ശ്രീനിവാസൻ്റെ പുതിയതായി ഡയറക്റ്റ് ചെയ്യുന്ന മൂവി, ഇതിനെക്കുറിച്ച് കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ത്രില്ലർ ജോണറിലെ മൂവിയാണെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയേക്കുന്നത്. ഈ മൂവിയുടെ ഷൂട്ടിംഗ് ഇൻ്റർനാഷണൽ ലൊക്കേഷൻസിലൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അസർബൈജാൻ, റഷ്യയിലൊക്കെയാണ് ഈ മൂവിയുടെ ഷൂട്ടിംഗ് നടന്നത്. ഈ മൂവിക്കകത്ത് സ്റ്റാർ ചെയ്യുന്നത് നോബിൾ തോമസ് ആണ്. നോബിൾ തോമസ് ആരാ? ഹെലൻ മൂവിക്കകത്ത് നമ്മുടെ അന്നാബെൻ്റെ ബോയ് ഫ്രണ്ടായി അഭിനയിച്ച ആൾ. ഫിലിപ്സ് എന്ന് പറഞ്ഞ മൂവിക്കകത്ത് മുകേഷിൻ്റെ ഇളയ മോനായി അഭിനയിച്ച ആൾ. അപ്പം ഈ മൂവിയുടെ റിലീസ് ഡേറ്റും ഒഫീഷ്യൽ ആയിട്ടുണ്ട് ഗൈസ്. സെപ്റ്റംബർ 25 ഈ വർഷമാണ് റിലീസ് ആകാൻ പോകുന്നത്. മൂവിയുടെ ടൈറ്റിൽ ഇതുവരെയും റിവീൽ ആയിട്ടില്ല. ലെറ്റ് us wait and watch. നമ്മുടെയൊക്കെ മുൻ ജനപ്രിയ നടനായ ദിലീപിൻ്റെ പുതിയ മൂവിയുടെ ട്രെയിലർ യൂട്യൂബിൽ റിലീസ് ആയിട്ടുണ്ട് ഗൈസ്. മൂവിയുടെ പേരാണ് ഭബ്ബ. ഈ മൂവിയുടെ ട്രെയിലർ കണ്ടിട്ട് ഒരു പക്ക എന്താ പറയുന്നത് മാസ് എൻ്റർടൈനർ വൈബാണ് എനിക്ക് കിട്ടിയത്. ഈ മൂവിക്കകത്ത് ദിലീപിൻ്റെ കൂടെ ആക്ട് ചെയ്യുന്നത് ശ്രീനിവാസൻ ബ്രദേഴ്സാണ്, വിനീത്
വിനീത് ശ്രീനിവാസനും ഉണ്ട്, ധ്യാൻ ശ്രീനിവാസനും ഉണ്ട്. ഇവരൊക്കെ അഭിനയിച്ച് തകർക്കുവാണ് ട്രെയിലറിൻ്റെ അകത്ത്. പ്രാന്തായ ക്യാരക്ടറുകളാണ് രണ്ടുപേരും പ്ലേ ചെയ്തേക്കുന്നത്. ഒരു ഇൻസൈഡർ ഇൻഫർമേഷൻ ഉണ്ട് ഗൈസ്, ഈ മൂവിക്കകത്ത് നമ്മുടെ ഏട്ടൻ്റെ ഒരു ക്യാമിയോ ഉണ്ടെന്നാണ് ന്യൂസ്. ഈ ക്യാമിയോയെക്കുറിച്ച് ട്രെയിലറിൻ്റെ അകത്ത് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല, പക്ഷേ മൂവി റിലീസ് ആകുമ്പം ഈ ക്യാമിയോ ഉണ്ടായിരിക്കും. എക്സ്ക്ലൂസീവ് ന്യൂസ് ഫോർ യു ഗൈസ്. ഇനിയും അടുത്തതായി ഏട്ടൻ ലൈറ്റ് ആയ അനൂപ് മേനോൻ പുള്ളി ഒരു പുതിയ മൂവി ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്, വിത്ത് ഒറിജിനൽ ഏട്ടൻ. ഈ മൂവിയെക്കുറിച്ച് ഒരു 3-4 മാസം മുമ്പ് തന്നെ അനൂപ് മേനോൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഫേസ്ബുക്കിൽ. പക്ഷേ അത് കഴിഞ്ഞ് ന്യൂസ് വന്നതെന്ന് വെച്ചാൽ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ പിന്മാറിയെന്നാണ്. അപ്പോൾ ഈ മൂവിയൊക്കെ സ്റ്റോപ്പ് ആയെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച അനൂപ് മേനോൻ ഒരു ഇൻ്റർവ്യൂക്കകത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് മൂവി സ്റ്റോപ്പൊന്നും ആയിട്ടില്ല. മൂവിയുടെ ഷൂട്ടിംഗ് അടുത്ത വർഷമായിരിക്കും തുടങ്ങുന്നത്. കാരണം പുള്ളിക്ക് കൊൽക്കട്ടയിൽ പോയി ദുർഗാപൂജ നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ അവിടെ അതിൻ്റെ ഇടയ്ക്ക് പോയി ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നതാണ്. 3 കാറിനിടയിൽ കൂടെ ബൈക്ക് എക്സ്പ്ലോഷൻ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആവുന്നു. അപ്പം അതൊക്കെ അടുത്ത വർഷമേ സംഭവിക്കത്തുള്ളൂ. കാരണം ദുർഗാപൂജ എന്ന് വെച്ചാൽ 2 മാസം കഴിഞ്ഞാണ്. അപ്പോൾ ഇത്രയും സമയം പോരാ പുള്ളിക്ക് പ്രീ പ്രൊഡക്ഷനും പ്ലാനിംഗ് ഒക്കെ ചെയ്യാൻ. അപ്പം അടുത്ത വർഷം ഈ മൂവിയുടെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ്. ഇനി പുള്ളി ഉള്ള കാര്യമാണോ പറയുന്നത്, അതോ ചുമ്മാ ഇരുന്ന് വിടുവാണോ ആർക്കറിയാം. ലെറ്റ് us wait and watch. Next news is from the film Tiki Taka, starring Asif Ali, directed by Rohit VS. ഇതിന് മുമ്പേ Rohit VS ഡയറക്റ്റ് ചെയ്തേക്കുന്ന മൂവിയാണ് ടൊവിനോ തോമസ് സ്റ്റാറർ കല. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ആക്ഷൻ മൂവിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കാണണം. ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് ഗൈസ്. സോ ടിക്കി ടാക്കയെക്കുറിച്ചും Rohit VS പറഞ്ഞേക്കുന്നത് ഒരു മാസ് ആക്ഷൻ സ്പെക്ടക്കിൾ ആണ് പുള്ളി പ്രോമിസ് ചെയ്തേക്കുന്നത് ഈ മൂവിയുടെ ത്രൂ. ഇതിൻ്റെ അകത്ത് നസ്ലേൻ ഒരു റോൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കുറച്ച് സമയം മുമ്പേ തന്നെ അറിയായിരുന്നു. പക്ഷേ ഫൈനലി നസ്ലേൻ്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ഫോട്ടോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ബാക്ക് ഷോട്ടാണ്, പുള്ളി ഇങ്ങനെ കടൽ തീരത്ത് നിൽക്കുന്നത് ഒരു ഗണ്ണൊക്കെ പിടിച്ചുകൊണ്ട്. അപ്പം ഈ ഷോട്ട് കണ്ടപ്പം തന്നെ എനിക്ക് ഓർമ്മ വന്നത് KGF-ൻ്റെ മൂവിയുടെ ഒരു ഷോട്ടാണ്. അതിൻ്റെ അകത്തും എക്സാക്ട് സെയിം ഷോട്ട് ഉണ്ട് ഗൈസ്. റോക്കി ബായ് ആയ ചെറുപ്പത്തിലെ റോക്കി ബായു ഇങ്ങനെ കടൽ തീരത്ത് നിൽക്കുന്നത്, വലിയതായ റോക്കി ബായു ഇങ്ങനെ കടൽ തീരത്ത് നിൽക്കുന്നത്. സോ ഐ മീൻ ഇതിനെ ഇൻസ്പിറേഷൻ എന്ന് പറയണോ അതോ കോപ്പി എന്ന് പറയണോ ആർക്കറിയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വരെ നിക്കർ വിട്ടുകൊണ്ട് മൂക്കളയും വലിച്ചുകൊണ്ട് നടന്നിരുന്ന നസ്ലേൻ വേണ്ടി ഇപ്പം മാസ് ആക്ഷൻ റോളുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ടിക്കി ടാക്കയ്ക്കകത്ത് നസ്ലേൻ വില്ലനാണോ അതോ ഹീറോയുടെ കൂട്ടുകാരനാണോ ഇതൊന്നും റിവീൽ ആയിട്ടില്ല ഗൈസ്. ഇനി ഇതൊക്കെ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. ടിക്കി ടാക്കയുടെ റിലീസ് ഡേറ്റ് അതിൻ്റെ ഇൻഫർമേഷൻ ഒന്നും ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടില്ല. സോ ലെറ്റ് us wait and watch. ഇനിയും ഗൈസ് നമുക്ക് ചില ജോഗ്രഫി മാറ്റി പിടിക്കാം. ന്യൂസ് ഫ്രം തമിഴ് ആൻഡ് തെലുഗു ഫിലിം ഇൻഡസ്ട്രി. ആദ്യം ഫ്രം തമിഴ് ഫിലിം ഇൻഡസ്ട്രി. കൂലി ദ മച്ച് അവൈറ്റഡ് രജനീകാന്ത് സ്റ്റാറർ മൂവി ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജൻ. ഈ മൂവിക്കകത്ത് ആമിർ ഖാൻ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ പ്ലേ ചെയ്യുമെന്ന് ഓൾറെഡി ന്യൂസ് ഔട്ട് ആയിരുന്നു. പക്ഷേ ഫൈനലി ആമിർ ഖാൻ്റെ ക്യാരക്ടർ പോസ്റ്റർ റിലീസാക്കി ഗൈസ് ഈ പ്രൊഡ്യൂസേഴ്സ്. ഇതിൻ്റെ അകത്ത് ഈ പോസ്റ്ററിനകത്ത് പുള്ളിയുടെ ലുക്കൊക്കെ നല്ല അടിപൊളിയാണ്. ഹീസ് പ്ലേയിങ് ദ ക്യാരക്ടർ കോൾഡ് ദാഹ. ആമിർ ഖാൻ്റെയും രജനീകാന്തിൻ്റെയും കൂടെ ഈ മൂവിക്കകത്ത് ഷോബിൻ ഷാഹിറും ഉണ്ട് ഗൈസ്. ഷോബിൻ ഷാഹിറിൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് ദയാൽ. രജനീകാന്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് ദേവ. എല്ലാവരും ദയാണ്. God knows why, but anyways, Coolie will release in August. I am eagerly waiting for the film. ഗൈസ് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് സന്ദീപ് റെഡ്ഡി വാങ്ങാടെ പുതിയ ഫിലിം സ്പിരിറ്റ് സ്റ്റാറിംഗ് പ്രഭാസ്. ഈ മൂവിയുടെ കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഈ മൂവിയുടെ ഷൂട്ടിംഗ് ഈ വർഷം സെപ്റ്റംബറിൽ മുതൽ തുടങ്ങാൻ പോവുകയാണ്. ഈ മൂവിയുടെ ഷൂട്ടിംഗ് മെയിൻലി നടക്കാൻ പോകുന്നത് തായ്ലാൻഡിലാണ് ഗൈസ്. നിനക്ക് ചേർന്നൊരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതിനു മുമ്പ് തായ്ലാൻഡ് ആൻഡ് ഇന്ത്യയിലാണ് ഈ മൂവി ഷൂട്ടാകാൻ പോകുന്നത്. ഈ മൂവിയുടെ ജോണർ എന്ന് വെച്ചാൽ ഒരു പോലീസ് ബേസ്ഡ് ആക്ഷൻ ത്രില്ലർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഇൻറ്റൻസ് മൂവിയാണെന്നാണ് സന്ദീപ് റെഡ്ഡി വാങ്ങ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത പ്രഭാസിനെ കാണാൻ പോകുന്നത്. ഇതിനകത്ത് പ്രഭാസിൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന പ്രഭാസിൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് തൃപ്തി ദിമ്രിയാണ്. ആദ്യം ദീപിക പദുക്കോണായിരുന്നു റോൾ പ്ലേ ചെയ്യേണ്ടത്. പക്ഷേ എന്തോ കോൺട്രവേഴ്സീസ് കാരണം പുള്ളിക്കാരത്തി ഈ മൂവിയിൽ നിന്ന് ബാക്കൗട്ട് ചെയ്ത്. പുള്ളിക്കാരത്തി ബാക്കൗട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് ഇവർ തൃപ്തി ദിമ്രിയെ ഓൺ ബോർഡ് ആക്കിയേക്കുന്നത്. എനിവേസ് ഈ മൂവി അടുത്ത വർഷം എങ്ങാണ്ടാണ് റിലീസ് ആകാൻ പോകുന്നത്. അല്ലെ 2027. ഐ എം നോട്ട് ഷുവർ. നത്തിങ് ഇസ് കൺഫേംഡ് ആസ് ഓഫ് നൗ, ബട്ട് ഓൾ that is confirmed is that September 2025 മുതൽ ഷൂട്ടിംഗ് തുടങ്ങും. Now guys, news from Bollywood, ഹിന്ദി ഫിലിം ഇൻഡസ്ട്രി. നമ്മുടെ രജുവേട്ടനായ പൃഥ്വിരാജിൻ്റെ പുതിയ ഹിന്ദി ഫിലിമിൻ്റെ ട്രെയിലർ റിവീൽ ആയിട്ടുണ്ട് ഗൈസ് യൂട്യൂബിൽ. ഈ മൂവിയുടെ പേര് സർ സമീൻ എന്നാണ്. ഡയറക്റ്റ് OTT റിലീസാണ് മൂവിക്ക് കിട്ടാൻ പോകുന്നത്. ഇറ്റ് വിൽ സ്ട്രീം ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ജൂലൈ 25 ഈ മൂവി റിലീസാകാൻ പോകുന്നത്. ഈ മൂവിയുടെ ട്രെയിലർ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് പൃഥ്വിരാജ് ഒരു ആർമി ഓഫീസറാണ് പ്ലേ ചെയ്തേക്കുന്നത്. പൃഥ്വിരാജിൻ്റെ ഭാര്യയായിട്ട് പ്ലേ ചെയ്തേക്കുന്ന കജോളാണ്. പൃഥ്വിരാജിൻ്റെ മോനായിട്ട് പ്ലേ ചെയ്തേക്കുന്ന ഇബ്രാഹിം അലി ഖാൻ നമ്മുടെ സൈഫ് അലി ഖാൻ്റെ മോനാണ്. ഇതിൻ്റെ അകത്ത് പൃഥ്വിരാജ് ആർമി ഓഫീസറാണ്. പൃഥ്വിരാജിൻ്റെ മോൻ ടെററിസ്റ്റ് ആണെന്നാണ് എൻ്റെ വിചാരം. ട്രെയിലറിനകത്ത് അങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. പക്ഷേ എന്തായാലും ഗൈസ് ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞ് ഞാൻ ഇബ്രാഹിം അലി ഖാനിൻ്റെ ആക്ടിങ് കണ്ട് ഞാൻ കൈ കൂപ്പി ഗൈസ്. എൻ്റെ അമ്മോ എന്ത് വേൾഡ് ക്ലാസ് ആക്ടിംഗ് ആണ് ഗൈസ്. മെത്തേഡ് ആക്ടിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനൊക്കെയാണ്. ക്രോധം, കമ്പം, ആഹ്ലാദം, അട്ടഹാസം, അട്ടിമറി, സന്തോഷം, വൈക്ലഭ്യം, ആശ്ചര്യം, നിരാശ, നിർമാല്യം കണ്ട് പഠിക്കണം ആൾക്കാരൊക്കെ. മാർലൻ ബ്രാൻഡോ കഴിഞ്ഞാൽ ഇബ്രാഹിം അലി ഖാനേ ഉള്ളു. ഇവൻ ആര് കട്ടപ്പനയിലെ ഉൾവറിയുന്നു. എന്ത് ബോർ ആക്ടിങ്. അടുത്തതായി ഗൈസ് ബോളിവുഡിൻ്റെ പ്രാന്തൻ സ്റ്റാർ ആയ രൺവീർ സിംഗിൻ്റെ പുതിയ മൂവിയുടെ ട്രെയിലർ യൂട്യൂബിൽ വന്നിട്ടുണ്ട് ഗൈസ്. മൂവിയുടെ പേര് ദുരന്തർ, ടു ബി ഡയറക്റ്റഡ് ബൈ ആദിത്യ ധാർ.
ആദിത്യദാർ ഇതിൻ്റെ മുമ്പേ ഡയറക്റ്റ് ചെയ്തേക്കുന്ന മൂവിയാണ് ഉരി ദ സർജിക്കൽ സ്ട്രൈക്ക് സ്റ്റാറിംഗ് വിക്കി കൗശൽ. നല്ല കിഡിലൻ ഒരു ആർമി ബേസ് മൂവിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കാണണം. Z5 അത് സ്ട്രീം ആകുന്നുണ്ട്. സോ ദുരന്തറിൻ്റെ അകത്ത് രൺവീർ സിംഗിൻ്റെ കൂടെ കിഡിലൻ അടിപൊളി ആക്ടേഴ്സ് ഉണ്ട്. ആർ മാധവൻ, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, അർജുൻ റാംപാൽ. പടത്തിൻ്റെ ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞ് ഒരു മാസ് ആക്ഷൻ ത്രില്ലറാണ്, ആ വൈബാണ് കിട്ടുന്നത്. ഐ മീൻ ട്രെയിലർ ഡീസൻ്റ് ആണ്, പക്ഷേ ഐ വിൽ കീപ് മൈ എക്സ്പെക്ടേഷൻസ് ലോ ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ബോളിവുഡ്. പടം റിലീസാകാൻ പോകുന്നത് December 5 ഗൈസ്. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. ദുരന്തർ മൂവിയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഞാനൊരു ഫണി കാര്യം ഒബ്സർവ് ചെയ്ത് ഗൈസ്. ഈ മൂവിയുടെ ഒരു പ്രൊഡ്യൂസറിൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി. പുള്ളിക്കാരന് പ്രൈം മിനിസ്റ്റർ ആകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പുള്ളി എന്താ ഫീൽഡ് മാറിയോ? എന്തായാലും രാഹുൽ ഗാന്ധിക്ക് പുതിയ വെഞ്ചറിൽ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ. രാമായണ ദ മൂവിയുടെ ഫസ്റ്റ് ഗ്ലിംസ് കഴിഞ്ഞ ആഴ്ച റിലീസായി ഗൈസ്. ആ ടീസർ അല്ലെ ഫസ്റ്റ് ഗ്ലിംസ് വീഡിയോ ഒരു നല്ലപോലെ അനലൈസ് ചെയ്ത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഹിയർ. ഈ മൂവിക്കകത്ത് രാമനായി പ്ലേ ചെയ്യുന്ന രൺബീർ കപൂറാണ്. രാവണനായിട്ട് പ്ലേ ചെയ്യുന്ന നമ്മുടെ KGFലെ ഹീറോ യഷ് ആണ്. സീതാമാതയായിട്ട് സായി പല്ലവിയാണ്. മൂവിയുടെ മ്യൂസിക് ഒക്കെ ഉണ്ടാക്കുന്ന ഹാൻസ് സിമ്മർ ആൻഡ് AR റഹ്മാനാണ്. ടീസറിൻ്റെ മ്യൂസിക് ഒക്കെ എന്തോ ഗൂസ് ബംസ് ലെവൽ മ്യൂസിക്കാണ് ഗൈസ്. കിഡിലൻ മ്യൂസിക്കാണ്. അപ്പോൾ ഈ മൂവിയുടെ ഒരു പുതിയ അപ്ഡേറ്റ് കിട്ടിയേക്കുന്നത് വെച്ചാൽ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ശോഭന ചേച്ചി ഈ മൂവിക്കകത്ത് റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഗൈസ്. രാവണൻ്റെ മദറിൻ്റെ റോളാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. കൈകാശി എന്ന റോളാണ് ശോഭന പ്ലേ ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പം ഞാൻ വേറെ ഒരു കാര്യം കൂടെ ക്ലിയർ ചെയ്യാനാണ് ഗൈസ് ഈ മൂവിയെക്കുറിച്ച്. ഈ മൂവിക്കകത്ത് കമ്പോസേഴ്സ് ഹാൻസ് സിമ്മറും ഉണ്ട്, AR റഹ്മാനും ഉണ്ട്. അപ്പം എല്ലാവരും ഓർക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും AR റഹ്മാൻ കമ്പോസ് ചെയ്യുവാണെന്നാണ്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ദ കേസ് ഗൈസ്. ലെറ്റ് മീ ജസ്റ്റ് ക്ലിയർ ഇറ്റ് ഔട്ട് ഫോർ യു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ്ലി കമ്പോസ് ചെയ്യുന്നത് ഹാൻസ് സിമ്മർ മാത്രമാണ്. AR റഹ്മാൻ വിൽ കമ്പോസ് ദ സോങ്സ് ഫോർ ദ ഫിലിം. സോ ഈ ടീസറിൻ്റെ അകത്ത് നമ്മൾ കേട്ടേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല കിട്ടിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ അതിൻ്റെ അകത്ത് AR റഹ്മാൻ ഒന്നും ചെയ്യാനില്ല. ഹി ഈസ് നോട്ട് ഡൺ എനിത്തിങ് അബൌട്ട് ഇറ്റ്. അത് കംപ്ലീറ്റ്ലി ഹാൻസ് സിമ്മറിൻ്റെ വർക്കാണ്. AR റഹ്മാൻ ഈ പടത്തിൻ്റെ മ്യൂസിക് ആയിരിക്കും ഉണ്ടാക്കുന്നത്, പാട്ടുകളായിരിക്കും ഉണ്ടാക്കുന്നത്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ക്ലിയർ ദാറ്റ് ഔട്ട്. നെക്സ്റ്റ് അപ്പ് ഗൈസ്, അനുരാഗ് കശ്യപ് ഒരു പുതിയ ഹിന്ദി ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഈ മൂവിയുടെ ടീസർ യൂട്യൂബിൽ റിലീസായി. മൂവിയുടെ പേര് നിഷാൻചി എന്നാണ്. ഈ മൂവി റിലീസാകാൻ പോകുന്നത് September 19 ഈ വർഷം. ഈ മൂവിയുടെ ടീസർ കണ്ടിട്ട് ഒരു ക്രൈം ഡ്രാമ ജോണർ ഫീലാണ് കിട്ടിയേക്കുന്നത്. ഈ ടീസർ കണ്ടപ്പോൾ എനിക്ക് ഗാങ്സ് ഓഫ് വാസേപൂർ ഓർമ്മ വന്നു ഗൈസ്. ഈ മൂവിക്കകത്തും വലിയ സ്റ്റാർസ് ആയിട്ട് ആരുമില്ല, ടോട്ടലി അൺനോൺ സ്റ്റാർസ് ആണ്. ബട്ട് ദിസ് ടീസർ ഗേവ് മീ എ പ്രോപ്പർ ഗാങ്സ് ഓഫ് വാസേപൂർ വൈബ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഫിലിംസിലാണ് ഗാങ്സ് ഓഫ് വാസേപൂർ പാർട്ട് 1 and 2. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഇറങ്ങിയേക്കുന്ന ബെസ്റ്റ് ക്രൈം ത്രില്ലേഴ്സാണ് ഗാങ്സ് ഓഫ് വാസേപൂർ പാർട്ട് 1 and 2. 2 പാർട്സും യൂട്യൂബിൽ സ്ട്രീം ആകുന്നുണ്ട്. ഇഫ് യു ഹാവ് നോട്ട് സീൻ ദാറ്റ് ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ്. അപ്പോൾ അങ്ങനെ അനുരാഗ് കശ്യപിൻ്റെ പുതിയ ഡയറക്ടോറിയൽ നിഷാൻചി വിൽ റിലീസ് ഇൻ സിനിമ തിയേറ്റേഴ്സ് ഓൺ September 19. ഇനി നമുക്ക് കോണ്ടിനെന്റ് ഒന്ന് മാറ്റി പിടിക്കാം ഗൈസ്. ഹോളിവുഡിൽ നിന്ന് ഒരു വലിയ അപ്ഡേറ്റ് ഉണ്ട്. ക്രിസ്റ്റഫർ നോലൻ്റെ പുതിയ ഫിലിം ദി ഓഡിസി. ഇതിൻ്റെ പോസ്റ്റർ ലാസ്റ്റ് വീക്ക് റിലീസായിരുന്നു. പക്ഷേ ലാസ്റ്റ് വീക്ക് ഗൈസ് ഈ മൂവിയുടെ ടീസർ ലീക്കായി ഗൈസ്. ഫുൾ ടീസർ ലീക്ക് ആയിട്ടുണ്ട്. ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം ഈ ക്രിസ്റ്റഫർ നോലൻ്റെ കൂടെ വർക്ക് ചെയ്തേക്കുന്ന ആക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂക്കകത്തും നമുക്കറിയാം ഹൗ പ്രൊട്ടക്റ്റീവ് ക്രിസ്റ്റഫർ നോലൻ ഈസ് അബൌട്ട് ഹിസ് ഫിലിം ഷൂട്ടിങ്സ്. ക്രിസ്റ്റഫർ നോലൻ്റെ ഫിലിം സെറ്റ്സിൽ നിന്ന് മൊബൈൽ ഫോൺസ് കംപ്ലീറ്റ്ലി ബാൻഡാണ്. ക്രിസ്റ്റഫർ നോലൻ ഒരു ആക്ടറിന് പോലും ഫുൾ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് കൊടുക്കത്തില്ല. ആ ആക്ടറിൻ്റെ പോർഷൻസ് മാത്രം. സോ ദാറ്റ് ആക്ടർ ഡസ് നോട്ട് നോ അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ വിത്ത് അതർ ക്യാരക്ടേഴ്സ്, ക്ലൈമാക്സിൽ എന്തോ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്റ്റഫർ നോലൻ ഓരോ ആക്ടേഴ്സിന് സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് റെഡ് പേപ്പറിൽ പ്രിൻറ്റഡ് ആണ്. അതിൻ്റെ ലോജിക് എന്ന് വെച്ചാൽ അത് ഫോട്ടോകോപ്പി ചെയ്യാൻ പറ്റത്തില്ല. സോ അത്രയും പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്ന ഒരാളുടെ മൂവിയുടെ ഒരു കംപ്ലീറ്റ് ടീസറാണ് ലീക്കായത്. So anyways, we cannot do anything about it, but yeah, I am very excited for the film The Odyssey. അടുത്ത വർഷം 2026 ജൂലൈയിലാണ് ഈ മൂവി റിലീസ് ആകാൻ പോകുന്നത്. ഒരു ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി ബേസ്ഡ് വാർ എപ്പിക് ആണ്. സൂപ്പർ എക്സൈറ്റഡ് ഫോർ ഇറ്റ്. Now let us move on to section 2 guys. Section 2 controversies. കഴിഞ്ഞ ആഴ്ച മോഹൻലാൽ ബേസ്ഡ് ഒരു ഇവൻറ്റ് നടന്നായിരുന്നു ഗൈസ്. ഈ ഇവൻറ്റ് ഒരു കോൺട്രവേഴ്സിയായി മാറായിരുന്നു. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ് ടേൺ ഔട്ട് ടു ബി എ വെരി ഹോൾസം ഇവൻറ്റ്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്തോട്ട് വരുവാണ് ഒരു ഇവൻറ്റൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ പുറത്ത് കുറേ ന്യൂസ് ചാനലുകാർ ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ മോഹൻലാലിനെ അങ്ങ് ചുറ്റി പറ്റും. അതിൻ്റെ അത് ഒരാളുടെ മൈക്ക് മോഹൻലാലിൻ്റെ കണ്ണിലൊക്കെ കൊള്ളും. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇത്. ആ വീഡിയോക്കകത്ത് നമുക്ക് കാണാം മോഹൻലാൽ പറയുന്നത്, എടാ മോനെ നോക്കിയടാ എൻ്റെ കണ്ണ്. എന്നിട്ട് പുള്ളി പോകും വണ്ടിക്കകത്ത് കയറുന്നതിന് മുമ്പ് നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി വണ്ടിക്കകത്ത് കയറിയത്. പക്ഷേ അത് കഴിഞ്ഞ് ആ ദിവസം തന്നെ വൈകിട്ടല്ലേ അടുത്ത ദിവസം ഒരു ഓഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി ഗൈസ്. ഈ ഓഡിയോ എന്ന് വെച്ചാൽ മോഹൻലാൽ ഫോണിൽ സംസാരിക്കുവാണ് ആ റിപ്പോർട്ടറിനോട്, ഈ മൈക്ക് പുള്ളിയുടെ കണ്ണി തട്ടിയ റിപ്പോർട്ടറിനോട്. അപ്പം ഈ റിപ്പോർട്ടർ നല്ലൊരു മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മോഹൻലാൽ ഒരു ജെന്റിൽമാനായിട്ട് മാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവന് മാപ്പ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കളിച്ചും ചിരിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇനി ഇങ്ങനെ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് പുള്ളി ഫോൺ വെക്കുന്നതിൻ്റെ മുമ്പേ ഞാൻ നിന്നെ നോക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ഫൺ വേയിൽ മോഹൻലാൽ ഈ ഇഷ്യൂ അങ്ങ് റിസോൾവ് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ഏട്ടനൊരു പൂക്കി തന്നെ ഗൈസ് അല്ലേ. സോ നെക്സ്റ്റ് അപ്പ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഗൈസ് വിത്ത് സെൻസർ ബോർഡ്, ഹൈക്കോർട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എപ്പിസോഡ് 1 ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു. ഫോർ ദോസ് ഹു ഡോണ്ട് നോ, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പുതിയ മൂവിയാണ് സ്റ്റാറിംഗ് സുരേഷ് ഗോപി ആൻഡ് അനുപമ പരമേശ്വരൻ. സെൻസർ ബോർഡ് ഈ മൂവിയുടെ റിലീസ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്, സൈറ്റിംഗ് ദാറ്റ് ജാനകി എന്ന പേര് ഇവർക്ക് മൂവിക്കകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ അഗേൻസ്റ്റ് ഈ മൂവിയുടെ പ്രൊഡ്യൂസേഴ്സും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെഫ്ക ഇവരെല്ലാം പ്രൊട്ടസ്റ്റിലാണ്. ഇവരെല്ലാം കേസ് ഫയൽ ചെയ്ത് ദ കേസ് ഇസ് ഗോയിങ് ഓൺ ഇൻ ദ ഹൈക്കോർട്ട് ഓഫ് കേരള. അപ്പം ഇതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഹൈക്കോർട്ട് പറഞ്ഞ് ഡിസിഷൻ പറയുന്നതിന് മുമ്പേ
അവർക്ക് ആദ്യം ഈ മൂവി കാണണം. അപ്പം July 5 സാറ്റർഡേ ആണ് അവർ ഈ മൂവി കണ്ടത്. അവർ ഈ മൂവി കണ്ടിട്ടുണ്ട്. ഇനിയും ഉടനെ തന്നെ നമുക്ക് അവരുടെ ജഡ്ജ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി അവർ സെൻസർ ബോർഡിൻ്റെ ഡിസിഷൻ ഓവർടേൺ ചെയ്യുമോ മാറ്റുമോ, ഈ മൂവിയുടെ റിലീസിന് വേണ്ടി വഴി ഒരുക്കുമോ ഇല്ലയോ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. സോ ഗൈസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു സെക്ഷൻ നമ്പർ 3. ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ട മൂവീസ് ആൻഡ് വെബ് സീരീസ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒത്തിരി മൂവീസ് ഒന്നും കണ്ടില്ല, കാരണം റിലീസായ OTTയിലൊക്കെ റിലീസായ മൂവീസ് ഞാൻ മോസ്റ്റ്ലി എല്ലാം തിയേറ്ററിൽ പോയി കണ്ടതായിരുന്നു. പക്ഷേ യെസ്, ഞാൻ ഒരു മലയാളം മൂവി കണ്ട്, ആസാദി മൂവി മനോരമ മാക്സിൽ സ്ട്രീം ചെയ്യാൻ തുടങ്ങി ഗൈസ്. ശ്രീനാഥ് ഭാസി, ലാൽ ഇവരൊക്കെയാണ് ഈ സൈജു കുറുപ്പ് ഇവരൊക്കെയാണ് ഈ മൂവിക്കകത്തുള്ളത്. അപ്പോൾ ഈ മൂവി എന്ന് വെച്ചാൽ ഇതിൻ്റെ ജോണർ ഒരു പ്രിസൺ ബ്രേക്ക് മൂവിയാണ്. പക്ഷേ ഇത് പ്രിസൻ്റ് അകത്തുനിന്നല്ല ബ്രേക്ക് ചെയ്യേണ്ടത്. ശ്രീനാഥ് ഭാസിയുടെ വൈഫ് ജയിലിലാണ്, പക്ഷേ പുള്ളിക്കാരത്തി പ്രഗ്നൻ്റ് ആണ്. അപ്പം ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേക്കുവാണ്. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ പ്രിസൺ ബ്രേക്ക് ചെയ്യിപ്പിക്കും, അതാണ് മൂവിയുടെ സ്റ്റോറി. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. സോ പടത്തിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ആവറേജ് പടമാണ്. പടത്തിൻ്റെ കോൺസെപ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പടത്തിൻ്റെ ക്ലൈമാക്സിൽ വരുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ പടത്തിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി എനിക്ക് അൺറിയലിസ്റ്റിക് ആയിട്ട് തോന്നി. പക്ഷേ അതൊരു മോശം പടവുമല്ല, ഒരു നല്ല പടവുമല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ടൈം പാസിനൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ് ആസാദി. അതല്ലാതെ ഗൈസ്, ഞാൻ കിട്ടിലൻ ഒരു പുതിയ വെബ് സീരീസ് കണ്ട് ഗൈസ്. സോണി ലിവ് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് അയക്കുന്ന പുതിയ വെബ് സീരീസാണ് ദ ഹണ്ട്, ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ അസാസിനേഷനും ആ അസാസിനേഷൻ കഴിഞ്ഞ് എങ്ങനെ CBI ആ കേസ് ക്രാക്ക് ചെയ്ത് ഈ കൊലയാളികളെ പിടിച്ച്, അതാണ് ഈ വെബ് സീരീസിൻ്റെ അകത്ത് സ്റ്റോറി. റിയൽ ലൈഫ് സ്റ്റോറിയാണ്. നല്ല കിട്ടിലൻ വെബ് സീരീസാണ് ഗൈസ്. ഒരു 7 എപ്പിസോഡ് എങ്ങാണ്ടുണ്ട്. നല്ല അടിപൊളി ത്രില്ലിംഗ് ആയ ഒരു വെബ് സീരീസാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. യു ഗൈസ് ഡെഫിനറ്റ്ലി ഹാവ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ് ഇസ് സ്ട്രീമിംഗ് ഓൺ സോണി ലിവ്. നല്ല അടിപൊളി ആക്ടിങ്, നല്ല അടിപൊളി സ്റ്റോറി. ഓരോരോ എപ്പിസോഡിൻ്റെ എൻഡിൽ ഇവർ ഒരു ഒരു ക്ലിഫ് ഹാങ്കറിലാണ് ലീവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്നലെ രാത്രി ചുമ്മാത് ഒരു എപ്പിസോഡ് എങ്ങാണ്ട് കാണണമെന്ന് പറഞ്ഞിരുന്നതാണ്. ഞാൻ രാവിലെ 5 മണി വരെ ഇരുന്ന് ഈ വെബ് സീരീസ് ബിഞ്ച് ചെയ്ത് ഗൈസ്. ദാറ്റ് ഈസ് ഹൗ ഗുഡ് ഇറ്റ് വാസ്. ഈ വെബ് സീരീസ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന നാഗേഷ് കുൻകുന്നൂറാണ്. ഇതിൻ്റെ അകത്ത് അമിത് സിയാൽ എന്ന് പറയുന്ന ഒത്തിരി വെബ് സീരീസിൻ്റെ അകത്തൊക്കെ വരുന്ന ആക്ടറാണ് മെയിൻലി ഉള്ളത്. ഈ കേസൊക്കെ എല്ലാം മെയിൻലി നടന്നത് നമ്മുടെ മദ്രാസ് തമിഴ്നാട്ടിലാണ്. അപ്പം കുറേ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആക്ടേഴ്സും ഉണ്ട്. ഇവരെല്ലാം നല്ല അടിപൊളി പെർഫോമൻസ് ആണ് ചെയ്തേക്കുന്നത്. അപ്പം ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ അടിപൊളി, സ്റ്റോറിയുടെ കാര്യത്തിൽ അടിപൊളി. പിന്നെ പേരെടുത്ത് പറയേണ്ട ഗൈസ്, ഈ വെബ് സീരീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. ഓവറോൾ ഒരു ത്രില്ലിംഗ് വെബ് സീരീസ് ആണ്. നമുക്കും നമ്മുടെ ഹിസ്റ്ററിയെക്കുറിച്ച് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഈ വെബ് സീരീസ് കണ്ടിരിക്കുന്നത് നല്ലതാണ്. സോ ഇറ്റ്സ് എ റിയലി ഗുഡ് വാച്ച്. ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ് ഇസ് സ്ട്രീമിംഗ് ഓൺ സോണി ലിവ്. പിന്നെ ഗൈസ്, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട് മെട്രോ ഇൻ ദിനോ, പുതിയ ഹിന്ദി മൂവിയാണ്. റൊമാൻസ് മ്യൂസിക്കൽ ജോണറാണ്. 2007 ഇറങ്ങിയ ലൈഫ് ഇൻ എ മെട്രോ മൂവിയുടെ സ്പിരിച്വൽ സക്സസറാണ്. ഈ മൂവിയുടെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ 4-5 ഡിഫറൻ്റ് ആയ കപ്പിൾസ് ഉണ്ട്. ഈ 4-5 ഡിഫറെൻറ്റ് കപ്പിൾസിൻ്റെ ഏജ് ഗ്രൂപ്പും വേറെയാണ്. സ്കൂളിൽ പഠിക്കുന്ന കപ്പിൾസ് മുതൽ 80 വയസ്സിലെ പ്രായമുള്ള ആൾക്കാർ വരും. അപ്പം ഈ ഡിഫറെൻ്റ് ആയ കപ്പിൾസ് ഫേസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഇഷ്യൂസ്, ഡിഫറെൻറ്റ് പ്രോബ്ലംസ്, ചാലഞ്ചസ്, ഈ പ്രോബ്ലംസിനെയും ചാലഞ്ചസിനെയും ഒക്കെ ഇവർ എങ്ങനെ ഓവർകം ചെയ്യും, അതാണ് ഈ മൂവിയുടെ ത്രൂ കൂടെ നമ്മളെ കാണിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, മ്യൂസിക്കൽ ജോണറാണ്. അപ്പം 70% ഓഫ് ദ മൂവി മ്യൂസിക്കാണ്. ഈ മൂവിയുടെ സ്റ്റോറി മുമ്പിലോട്ട് കൊണ്ടുപോകുന്ന ത്രൂ മ്യൂസിക്കാണ്. ഈ കപ്പിൾസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും ചാലഞ്ചസും ഇവർ ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യുന്നത്, ഇതെല്ലാം മ്യൂസിക് ത്രൂ ആണ് നമ്മളെ കാണിക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം ഗൈസ്. ഇറ്റ്സ് എ റിയലി ബ്യൂട്ടിഫുൾ ഫിലിം. ഐ ഡിഡ്ന്റ് തിങ്ക് ദാറ്റ് ഐ വുഡ് സേ ദിസ്, ബട്ട് റൊമാൻസ് ജോണറിലെ മൂവി ആണെങ്കിലും യു നീഡ് ടു ഗോ ടു ദ തിയേറ്റർ ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്. ആ ഡോൾബി സ്പീക്കേഴ്സിൽ നിന്ന് ഈ മ്യൂസിക്കൊക്കെ വരുമ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഇമോഷൻസും ഈ ഫീലിംഗ്സ് എല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഇറ്റ്സ് എ റിയലി നൈസ് എക്സ്പീരിയൻസ്. ഐ റിയലി ലവ് ദ ഫിലിം. യു ഗൈസ് ഷുഡ് ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ഇതൊക്കെ അല്ലാതെ ഗൈസ്, ഞാൻ ജുറാസിക് വേൾഡ് റീബർത്ത് തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ഓവർ ഹിയർ. Now guys, the last section of the program, section number 4, അടുത്ത ആഴ്ച റിലീസ് ആകാൻ പോകുന്ന മൂവീസ്. ആദ്യം നമുക്ക് തിയേറ്റർ റിലീസസിനെ കുറിച്ച് സംസാരിക്കാം. തിയേറ്ററിൽ ഈ ഫ്രൈഡേ July 11 റിലീസ് ആകുന്ന ഏറ്റവും വലിയ ഫിലിമാണ് ഗൈസ് സൂപ്പർമാൻ. ജെയിംസ് ഗൺ ഡയറക്റ്റ് ചെയ്യുന്ന സൂപ്പർമാൻ ആണ് ഈ ഫ്രൈഡേ റിലീസ് ആകാൻ പോകുന്നത്. പേഴ്സണലി എന്നോട് ചോദിച്ചാൽ ഐ എം എ ഫാൻ ഓഫ് സാക്ക് സ്നൈഡേഴ്സ് സൂപ്പർമാൻ വിഷൻ. അതുകൊണ്ട് ഈ ജെയിംസ് ഗൺ സൂപ്പർമാൻ്റെ ട്രെയിലറും ടീസറും ക്ലിപ്സൊക്കെ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ഒന്നും വരാം. ഈ ട്രെയിലറും ക്ലിപ്സിൻ്റെ അകത്ത് ഈ സൂപ്പർമാൻ്റെ യൂണിവേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ ഒരു ചിൽഡ്രൻസ് കാർട്ടൂൺ ടൈപ്പ് യൂണിവേഴ്സാണ്. So I am not much excited for it, but I will definitely go and watch the film. പിന്നെ അടുത്ത ഗൈസ്, ഹിന്ദിയിൽ നിന്ന് റിലീസ് ആകാൻ പോകുന്ന 2 റിലീസസ് ഉണ്ട് ഈ ഫ്രൈഡേ. ആദ്യത്തെ മൂവിയാണ് മാലിക്, സ്റ്റാറിംഗ് രാജ്കുമാർ റാവ്. മാലിക് എന്ന് പേരുണ്ടെങ്കിലും നമ്മുടെ ഫഹദ് ഫസലിൻ്റെ മാലിക് മൂവിയായിട്ട് ഇതൊരു ലിങ്കും ഇല്ല. ഇതൊരു സെപ്പറേറ്റ് ഗാങ്സ്റ്റർ ഡ്രാമ മൂവിയാണ്. പിന്നെ അതിൻ്റെ കൂടെ വേറെ ഒരു ഹിന്ദി മൂവി റിലീസായിട്ട് ആകുന്നുണ്ട് ഗൈസ് ഈ ഫ്രൈഡേ, ആഖോ കി ഗുസ്താക്കിയ. ഇതൊരു റൊമാൻസ് മൂവിയാണ്, ബ്ലൈൻഡ് കപ്പിൾസിൻ്റെ സ്റ്റോറിയാണ്. സോ ഇതാണ് തിയേറ്ററിൽ റിലീസാകാൻ പോകുന്ന മെയിൻ മൂവീസ്. നെക്സ്റ്റ് അപ്പ് ഗൈസ്, OTT റിലീസസ്. മലയാളത്തിൽ നിന്ന് ഈ ഫ്രൈഡേ 11 ജൂലൈ സോണി ലിവിൽ റിലീസാകും ടൊവിനോ തോമസ് സ്റ്റാറർ നരിവേട്ട മൂവിയുടെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ വാച്ച് ഇറ്റ് ഓവർ ഹിയർ. പിന്നെ അതല്ലാതെ 8 ജൂലൈയിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ മൂൺ വാക്ക് എന്ന് പറയുന്ന മൂവിയും റിലീസാകും ഗൈസ്. മൂൺ വാക്ക് എന്ന് പറയുന്ന മൂവി ഒരു ഡാൻസ് ബേസ്ഡ് മൂവിയാണ്, പിള്ളേരുടെ ഡാൻസ് ബേസ്ഡ് മൂവിയാണ്. അത് തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഫെയർലി ഗുഡ് റിവ്യൂസ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി കാണാൻ പറ്റിയില്ല, കാരണം ഞാൻ താമസിക്കുന്ന സിറ്റിയിൽ അത് റിലീസ് ആയില്ല. സോ ഐ എം ഈഗർലി വെയിറ്റിംഗ് ടു വാച്ച് മൂൺ വാക്ക് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഗൈസ് 2 OTT റിലീസസ് ഉണ്ട് ഈ ഫ്രൈഡേ. ആദ്യത്തേത് ആപ് ജൈസാ കോയ്, നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങാൻ പോകുന്ന ഒരു റൊമാൻറ്റിക് മൂവിയാണ് സ്റ്റാറിംഗ് ആർ മാധവൻ ആൻഡ് ഫാത്തിമ സന ഷേഖ്.
അതല്ലാതെ സ്പെഷ്യൽ ഓപ്സിൻ്റെ സീസൺ 2 ഈ ഫ്രൈഡേ 11 ജൂലൈ റിലീസ് ആകുന്നുണ്ട് ഗൈസ്. സ്പെഷ്യൽ ഓപ്സിൻ്റെ ഈ യൂണിവേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ, ഇവർ വേഴ്സസ് ടെററിസ്റ്റ്, എങ്ങനെ ഇവർ ടെററിസ്റ്റിനൊക്കെ പിടിക്കും, ആ സെറ്റപ്പാണ്. സീസൺ 1 ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ആകുന്നുണ്ട്. പേഴ്സണലി എനിക്കൊരു ഡീസൻ്റ് ആയ ഒരു സീസൺ ആയിരുന്നു. സീസൺ 2 ഈ ഫ്രൈഡേ റിലീസ് ആകുന്നത്. Guys, that brings us to the end of episode 2 of Mollywood Tea Time. I will see you guys with another video, another review, another episode of Mollywood Tea Time. Till then, take care. Goodbye.